എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വിക്രമിനായാലും അതുപോലെ സൂര്യക്കായാലും ഒരു ഡൗൺഫോളിൻ്റെ സമയമാണ്. അതായത് രണ്ടു പേർക്കും വലിയൊരു ഹിറ്റ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ മാത്രമേ എന്താ പറയുക, തൻ്റെ ഒരു സ്റ്റാർഡം പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് നമ്മുടെ വിജയിനേക്കാളും അതുപോലെ അജിത്തിനേക്കാളും ഒക്കെ മുകളിൽ നിന്നിരുന്ന സ്റ്റാറായിരുന്നു വിക്രമും അതുപോലെ സൂര്യയും. ഇവർ രണ്ടുപേരും, അതായത് സൂര്യയുടെ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൻ സിനിമ, വാരണമായിര, ആ ഒരു ടൈമിൽ സൂര്യയുടെ ഒരു പീക്ക് ടൈമും അതുപോലെ അന്യൻ, അരുൾ, ധൂള് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വിക്രമിൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ എന്താ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം വിക്രമ് കുറച്ചും കൂടി സ്റ്റാർ വാലിയൊക്കെ താഴെ പോയ രീതിയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് സൂര്യൻ തൊട്ട് പിന്നാലെത്തി. ഇവർക്ക് രണ്ടുപേർക്കും ഇനിയുള്ള സിനിമകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. സൂര്യക്ക് ഇനി വരാനിരിക്കുന്നത് കാർത്തിക് സുബ്രാജിനെ പോലുള്ള സിനിമയാണത്. എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ച്, കങ്കുവിനേക്കാളൊക്കെ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത്. പക്ഷേ വിക്രമിന് ഇപ്പോൾ ഒരു ട്രെയിലർ ഇറങ്ങി, വീര ധീര സൂര എന്ന് പറഞ്ഞ സിനിമയുടെ. അതിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള സുരാജ് അതുപോലെ സിദ്ദിഖൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ മുമ്പ് വന്നിരുന്നു. ഇപ്പോൾ ട്രെയിലർ അതിൻ്റെ ഒരു ടീസർ ഇറങ്ങി. ആ ഒരു ടീസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു മഹാരാജയൊക്കെ പോലെ ഹിറ്റാവാൻ സാധ്യത തോന്നുന്നൊരു സിനിമ. നാട്ടുംപുറം, ആ നാട്ടുംപുറത്തുള്ള ഒരു ഹീറോ, ആ ഹീറോയുടെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അവിടെ നിന്ന് വലുതായി വരുന്ന, അല്ലെങ്കിൽ ഒരു പോലീസുകാരനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നു. പോലീസുകാരെന്ന് പറയുന്നത് മറ്റാരും അല്ല, നമ്മുടെ എസ് എ സൂര്യയാണ്. എസ് എ സൂര്യ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഹിറ്റാന്ന് നമുക്ക് ഉറപ്പിക്കാം. എസ് എ സൂര്യയുള്ള ഒരു സിനിമ പോലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഫ്ലോപ്പായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എസ് എ സൂര്യ ഇങ്ങനെ ഇതുപോലെ വില്ലൻ വരുന്ന ഒരു സിനിമയും, മിക്ക സിനിമകളും നല്ല ഹിറ്റായിട്ടുള്ളതാണ്. ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉറപ്പിക്കാം സിനിമ ഹിറ്റായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും എസ് എ സൂര്യ അതുപോലെ തന്നെ നമ്മുടെ വിക്രമും തമ്മിലുള്ളൊരു ഫൈറ്റ്, അങ്ങനെ സംഭവം, അത് നായകൻ ഉയർത്തെഴുന്നേറ്റ് വരിക, അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിലായിരിക്കും സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സുരാജിനും നല്ല ഗംഭീര റോള്, സുരാജിൻ്റെ ടീച്ചറിൽ കാണുമ്പോഴൊക്കെ നമുക്ക് ഗംഭീര റോളായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു ഗാങ്സ്റ്ററിനെ പോലെയുള്ള, ലോക്കൽ ഗാങ്സ്റ്ററിനെ പോലെയുള്ള ഒരാളായിട്ടാണ് സുരാജിനെ അതിൽ കാണിക്കുന്നത്. എന്തായാലും സിനിമ വിക്രമിൻ്റെ വലിയൊരു പടവും, അങ്ങനെ വലിയൊരു പടമായി മാറിക്കഴിഞ്ഞാൽ വിക്രമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്റ്റാറിനെ നിലനിർത്താനുള്ളൊരു സംഭവമായി മാറി. പഴയ വിക്രമിൻ്റെ അഭിനയത്തിനൊന്നും ഒരു കോട്ടം തെറ്റിയിട്ടില്ല. പക്ഷേ എന്തോ സിനിമ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, അത്രയും വലിയ ഹിറ്റുകളൊന്നും പറയത്തൊക്കെ ഇല്ലല്ലോ. ഇപ്പോൾ ഐ എന്ന സിനിമയ്ക്ക് ശേഷം മഹാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് OTT-ലായിരുന്നു. അതിനുശേഷം വലിയൊരു സിനിമ, വലിയൊരു ഹിറ്റ് എന്ന് പറയാൻ വിക്രമിനില്ല. എന്തായാലും ഇൻഡസ്ട്രിയിൽ ഇവർക്ക് ആ പഴയ സ്റ്റാർഡൊക്കെ നിലനിർത്തി പിടിച്ച് നിൽക്കാൻ വേണ്ടി വലിയൊരു ഹിറ്റ് എന്തായാലും ആവശ്യമാണ്. അതെന്തായാലും ഈ ഒരു പടത്തിലൂടെ വിക്രമിന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.